ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം മാക്പീസ് താക്കറെയുടെ വളരെ ഫേമസ് വർക്ക് ആയ വാനിറ്റി ഫെയറിനെ കുറിച്ചാണ്. സോ വില്യം മാക്പീസ് താക്കറെ 1811 ജൂലൈ 18 കൽക്കട്ടയിലാണ് ജനിച്ചത്. അദ്ദേഹം ഇന്ത്യയിലാണ് ജനിച്ചത്. സോ ആംഗ്ലോ ഇന്ത്യൻ പാരൻസ് ആണ് അദ്ദേഹത്തിനുള്ളത് എന്നും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത് വാനിറ്റി ഫെയർ ആണ്. 1847 ടു 1848 അതാണ് ആ ടൈം പീരീഡ് ആണ് പറയുന്നത്. ദെൻ വേറെ വർക്ക്സ് എഴുതിയിട്ടുണ്ടെങ്കിലും അതിലേറ്റവും ഫേമസ് വാനിറ്റി ഫെയറും ദ ലക്ക് ഓഫ് ബെറി ലിൻഡനുമാണ് ഫേമസ് വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാദർ റിച്ച്മണ്ട് താക്കറെ ആയിരുന്നു. അദ്ദേഹം ജനിച്ചത് സൗത്ത് മിംസിലായിരുന്നു. ദെൻ അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ഒരു സിവിൽ സെർവൻ്റായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിച്ച്മണ്ടിൻ്റെ ഫാദറിൻ്റെ പേരും വില്യം മാക്പീസ് താക്കറെ എന്നായിരുന്നു. അതുകൊണ്ടാണ് അതേ പേര് തന്നെ മകനും ലഭിച്ചത്. ദെൻ താക്കറയുടെ മദർ ആൻ ബെച്ചറാണ്. താക്കറെ കല്യാണം കഴിച്ചത് മെൻ്റലി അൺസ്റ്റേബിൾഡ് ആയിട്ടുള്ള ഇസബെല്ലയായിരുന്നു. തുടക്കത്തിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് അവരുടെ അവസ്ഥ കുറച്ചധികം മോശമായിട്ട് പോയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെന്ന് പറയുന്നതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് ആൻ താക്കറെ. ആൻ താക്കറെ ഒരു ഫേമസ് നോവലിസ്റ്റൊക്കെ ആയിരുന്നു. ദെൻ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു വർക്ക് ഓതർ അല്ലെങ്കിൽ നോവലിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള വിർജീനിയ വൂൾഫ് ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഡോട്ടറായിട്ട് പറയുന്നത്. സോ ഇനി നമുക്ക് നമ്മുടെ നോവലിലേക്ക് അടക്കാം. സോ നോവൽ വാനിറ്റി ഫെയർ. സോ ഫസ്റ്റ് നമുക്ക് ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്ന് പഠിക്കാം. സോ നമുക്ക് ക്യാരക്ടേഴ്സൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടർ എമ്മി സെഡ്ലി അമേലിയ എന്നാണ് അറിയപ്പെടുന്നത്. അമേലിയ എന്നുള്ളതാണ് നെയിം. വളരെ ഗുഡ് നേച്ചേർഡ് ആയിട്ടുള്ള പാസീവ് ആൻഡ് നീവ് ആയിട്ടുള്ള പ്രിറ്റി ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം. അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോസുള്ള റോസി ചീക്സ് ഉള്ള ഒരു വുമണാണ്. ദെൻ നെക്സ്റ്റ് വൺ ബെക്കി ഷാപ്പിന് വേറൊരു നെയിം റബേക്ക എന്നാണ്. റബേക്ക ഷാപ്പ് എന്നും വിളിക്കുന്നുണ്ട്. ഈ എമേലിയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഷീ ഈസ് വെരി ഇൻ്റലിജൻറ്റ് വുമണാണ്. അതുപോലെ ഷോർട്ടാണ്, സാൻഡി ഹെയർഡ് ഗേളാണ്. ദെൻ അവൾക്ക് അവളുടേതായിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാണ് രണ്ടുപേരും. ദെൻ ജോർജ് ഓസ്ബോൺ, ദെൻ വില്യം ഡോബിൻ, റോഡൻ ക്രോലെ, പിറ്റ് ക്രോലെ, മിസ് മെറ്റിൽഡ ക്രോലെ, ജോസഫ് സെഡ്ലി, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സായിട്ട് വാനിറ്റി ഫെയറിൽ വരുന്നത്. വാനിറ്റി ഫെയറിന് ഒരു സബ് ടൈറ്റിൽ കൂടിയുണ്ട്. എ നോവൽ വിതൗട്ട് എ ഹീറോ എന്നുള്ളതാണ് സബ് ടൈറ്റിൽ. ഈ വാനിറ്റി ഫെയർ എന്നുള്ള പേര് കിട്ടിയത് ജോൺ ബനിയൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ്സിൽ നിന്നാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളതിൽ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ നമ്മൾ പറയുന്നുണ്ട്. പറഞ്ഞല്ലോ, ബെക്കി റബേക്ക ഷാപ്പ് അല്ലെങ്കിൽ ബെക്കി ഷാപ്പ്, ദെൻ അമീലിയ സെഡ്ലി. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ പ്രധാന ക്യാരക്ടേഴ്സ്. ഇവർ രണ്ടുപേരും പഠിക്കുന്നത് മിസ് പിങ്കർട്ടൺസ് അക്കാഡമിയിലായിരുന്നു. സോ മിസ് പിങ്കർട്ടൺ അക്കാഡമിയിൽ അവരുടെ കോഴ്സ് എല്ലാം കഴിഞ്ഞ് അവരുടെ പഠനം കഴിഞ്ഞ ശേഷം അവർ അമേലിയയുടെ റസൽ സ്ക്വയറിലുള്ള വീട്ടിലേക്ക് താമസിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഇവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊരു ബ്രീഫ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അമേലിയയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത്. അമേലിയ വളരെ ഗുഡ് നേച്ചറാണ്, പാസീവ് ആൻഡ് നീവ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ അടക്കവും ഒതുക്കവും ഒക്കെയുള്ള വളരെ നല്ല സ്വഭാവമുള്ള, എല്ലാവരോടും വളരെ നന്നായി സംസാരിക്കാൻ ബിഹേവ് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അമേലിയ. അപ്പോൾ അമേലിയ ഓൾറെഡി എൻഗേജ്ഡ് ചെയ്ത ആളുടെ പേര് ജോർജ് ഓസ്ബോൺ എന്നാണ്. ദെൻ സെക്കൻഡ് ക്യാരക്ടർ നമ്മൾ പറഞ്ഞ ബെക്കി ഷാപ്പ് അമേലിയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. വളരെ സ്ട്രോങ് ആണ്, ഇൻ്റലിജൻ്റ് ആണ്, കണ്ണിങ് ആണ്, ജസ്റ്റ് ഓപ്പോസിറ്റാണ്. വളരെയധികം എല്ലാം ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള അങ്ങനെയുള്ളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി. സോ അമേലിയ കല്യാണം കഴിക്കാൻ പോകുന്ന ജോർജ് ഓസ്ബോണിനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് ബെക്കിക്കാണ്. അപ്പോൾ ബെക്കിക്ക് പരിചയപ്പെടുത്തി കൊടുക്കും, ഇതാണ് എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവൾ കാണുന്ന വേറൊരാളാണ് ജോസഫ് സിഡ്ലി അമേലിയയുടെ ബ്രദറാണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഒരു സിവിൽ സെർവൻ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി കൂടിയാണ് അവരുടെ. അപ്പോൾ ബെക്കിക്ക് പെട്ടെന്ന് അയാളെ കാണുമ്പോൾ ഒരു അട്രാക്ഷനൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ ബെക്കി ജോസഫ് സിഡ്ലി തന്നെ കല്യാണം കഴിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കും. അപ്പോൾ അതിനുള്ള പ്ലാനൊക്കെയാണ് ബെക്കി നടത്തുക. പക്ഷേ ഈ
ഓസ്ബോണിന് ബെക്കിയുടെ ക്യാരക്ടർ ഇഷ്ടമല്ലാത്തത് കൊണ്ടും ബെക്കിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവർ തമ്മിൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടുമായിരിക്കണം ആ മാരേജ് അവിടെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിരിക്കും. അതിനുശേഷം ബെക്കി തീരുമാനിക്കുകയാണ് ഇനി ഇവിടെ താമസിക്കേണ്ട, എനിക്ക് ഈ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കേണ്ട, ഇവിടെ നിന്ന് വീട് വിട്ടിറങ്ങാം എന്നവൾ തീരുമാനിച്ച് അവൾ അവിടെ നിന്ന് ലീവ് ചെയ്തിട്ട് അവൾ വേറെ പോകുന്നത് സർ പിറ്റി ക്രോളി എന്ന് പറയുന്ന ഒരു വലിയ വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു മാൻ്റെ വീട്ടിലേക്കാണ്. അയാളുടെ മക്കളെ 2 പെൺകുട്ടികളുണ്ട്, അവരെ നോക്കാനായിട്ട് ഒരു ഗവേണൻസ് ആയിട്ടാണ് അവൾ അങ്ങോട്ട് പോവാണ്. അത് റസൽ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്താണത്. അങ്ങനെ ബെക്കി ഇപ്പോൾ ഉള്ളത് റസൽ സ്ക്വയറിൽ സർ പിറ്റ് ക്രോളിയുടെ വീട്ടിലാണ്. പിറ്റ് ക്രോളിയുടെ പെൺമക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ അവിടെ ചെന്ന ശേഷം ഇവളുടെ അപ്പിയറൻസും അതുപോലെ തന്നെ പെരുമാറ്റ രീതികളും അതുപോലെ കുട്ടികളെ നോക്കുന്നവയും ഒക്കെ കണ്ടിട്ടാകണം സർ ക്രോളിക്ക് ഇവളോട് വളരെ ഇഷ്ടം തോന്നും. സർ ക്രോളി അവളെ പ്രപ്പോസ് ചെയ്യും. അപ്പോഴാണ് മനസ്സിലാകുന്നത് ബെക്കി ഓൾറെഡി എൻഗേജ്ഡ് ആണ്, മാരീഡ് ആണ്. അതും മാരീഡ് ആയിട്ടുള്ളത് ആരുമായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർ ക്രോളിയുടെ തന്നെ മകനായിട്ടുള്ള റോഡൻ ക്രോളിയുമായിട്ട് ഓൾറെഡി ആരും അറിയാതെ രഹസ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ബെക്കിയുടെ. അതിവിടെ ആർക്കും അറിയില്ല. അപ്പോൾ സർ ക്രോളിക്ക് വേറെയും മകനുണ്ട്. മൂത്ത മകൻ്റെ പേര് ഇത് തന്നെയാണ്, സർ പിറ്റ് ക്രോളി എന്ന് തന്നെയാണ് മൂത്ത മകൻ്റെ പേര്. സോ കൺഫ്യൂഷൻ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് സർ പിറ്റ് ക്രോളിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ബെക്കി പോകുന്നത്. സർ പിറ്റ് ക്രോളിക്ക് 2 ആൺമക്കളുണ്ട്. അതിലൊരാളുടെ പേര് അയാളുടെ പേര് തന്നെയാണ്, അതായത് പിറ്റ് ക്രോളി എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. വേറൊരു മകൻ റോഡൻ ക്രോളി. ഇതാണ് 2 മക്കൾ. അപ്പോൾ ഈ റോഡൻ ക്രോളിയുമായിട്ട് സീക്രട്ടായിട്ടുള്ള മാരേജ് നടത്തിയിട്ടിരിക്കുകയാണ് ബെക്കി. ഈ സർ പിറ്റ് ക്രോളിയുടെ ഫാമിലി എന്ന് പറയുന്നത് വളരെ വെൽത്തി ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വത്തുക്കൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ സർ പിറ്റ് ക്രോളിക്ക് ഒരു ഹാഫ് സിസ്റ്ററുണ്ട്, അവരുടെ പേരാണ് മിസ് ക്രോളെ. ഈ മിസ് ക്രോളെ അവരുടെ സ്വത്തുക്കളെല്ലാം, അതായത് പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച് ഈ സഹോദരിയുടെ സ്വത്തുക്കൾ അനന്തരന്മാർക്കുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മിസ് ക്രോളെ അവരുടെ സ്വത്തുക്കളെല്ലാം റോഡൻ ക്രോളേക്കും അതുപോലെ തന്നെ പിറ്റ് ക്രോളേക്കും കൊടുക്കാനായിട്ടായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ റോഡൻ ക്രോളെ ആരും അറിയാതെ തന്നെ ഈ ബെക്കിയെ കല്യാണം കഴിച്ചതുകൊണ്ട് ഇനി ഒരിക്കലും സ്വത്തുക്കൾ റോഡൻ ക്രോളേക്ക് കൊടുക്കാൻ മിസ് ക്രോളെ ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മിസ് ക്രോളെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൂത്ത മകനായിട്ടുള്ള, അതായത് തൻ്റെ സഹോദരൻ്റെ മൂത്ത മകനായിട്ടുള്ള പിറ്റ് ക്രോളിക്ക് തൻ്റെ എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുക്കും. ഇതേ സമയം അമീലിയയുടെ ഫാമിലിയിൽ നടക്കുന്നത് എന്താണ്? അമീലിയ ഓൾറെഡി എൻഗേജ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓസ്ബോണുമായിട്ട് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോർജ് ഓസ്ബോണിൻ്റെ ഫാദർ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമീലിയയുടെ ഫാദറായിട്ടുള്ള ജോൺ സെഗ്ലി, ഫാദറിന് കുറച്ച് കടബാധ്യതകൾ വരും. കടബാധ്യതകൾ ചെറുതൊന്നുമല്ല, വലുതായി അവരുടെ കടബാധ്യത വളരെ വലിയ ലെവലിലേക്ക് എത്തുകയും പിന്നീട് അവർക്കത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവരാകെ തകർന്നിരിക്കുന്ന സമയത്ത് ജോർജ് ഓസ്ബോണിൻ്റെ ഫാദർ ജോർജ് ഓസ്ബോണിനോട് പറയും, നീ ഇനി അമീലിയെ കല്യാണം കഴിക്കണ്ട, കാരണം അവരിപ്പോൾ ഒട്ടും പൈസയൊന്നുമില്ല, ഒരുപാട് സമ്പന്നരായിരുന്നു, ഇപ്പോൾ കയ്യിൽ പൈസയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസയൊന്നുമില്ലാത്ത അവളെ നീ കല്യാണം കഴിക്കണ്ട എന്ന് പറയും. പക്ഷേ ഇയാൾ ഇങ്ങനെ ആലോചിച്ച് നോക്കും, കാരണം അതിന് മുൻപുമായിട്ട് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ അങ്ങനെ ആയിരുന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് അതിന് ഒട്ടും താല്പര്യമില്ല, അവളെ ഉപേക്ഷിക്കാൻ താല്പര്യമില്ല. അതുമാത്രമല്ല അയാളുടെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടുള്ള വില്യം ഡോബിനും അതുപോലെ തന്നെ ജോർജും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയാളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടും ഇങ്ങനെ പറഞ്ഞ് ഫോഴ്സ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. അതായത് നീ അവളെ കല്യാണം കഴിക്കണം, ഉപേക്ഷിക്കരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വില്യം ഡോബിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജോർജ് ഉറപ്പായിട്ടും കല്യാണം കഴിക്കാൻ അങ്ങോട്ട് തീരുമാനിക്കും. അങ്ങനെ ജോർജ് അമീലിയെ അച്ഛൻ്റെ ഇഷ്ടം ഇല്ലാതെ, അച്ഛനൊട്ടും താല്പര്യമില്ലാത്തത് ഉള്ള ഒരു കല്യാണം പോലെ അവൻ കല്യാണം കഴിക്കും. അതായത് ജോർജ് ഇപ്പോൾ നമ്മുടെ അമീലിയനെ കല്യാണം കഴിച്ചു. അങ്ങനെ കുറേ നാളുകളൊക്കെ കടന്നു പോകുന്നു. ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞു. അങ്ങനെ ജോർജും ഒരു ദിവസം ഇങ്ങനെ ബ്രൈറ്റണിൽ വെച്ചിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ക്രൗളീനെയും അതുപോലെ ബെക്കിയും കണ്ടുമുട്ടുകയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണല്ലോ ഇവരെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അതിനുശേഷം ജോർജും ബെക്കിയും ഓൾറെഡി അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച് അവസാനം ഫ്ലേട്ടിംഗ് ഒക്കെ നടത്താൻ തുടങ്ങും. അവസാനം ഇവർ സംസാരിച്ച് ഒളിച്ചോടി പോവാം എന്നുള്ളൊരു തീരുമാനം വരെ അവർ എത്തി നിൽക്കുകയാണ്. പിന്നീട് ഉള്ളൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വാർ നടക്കുന്ന ഭാഗമാണ്. അപ്പോൾ വാറിൽ പങ്കെടുക്കാനായിട്ട് ക്രോളിയും അതുപോലെ ഡോബിനും ഒക്കെ വാറിലേക്ക് പോവാണ്. ക്രോളിയും ഡോബിനും ഓസ്ബോണും ഒക്കെ വാറിലേക്ക് പങ്കെടുക്കാനായിട്ട് പോകുന്ന ഒരു ഭാഗമായിട്ടാണ് പിന്നെ പറയുന്നത്. അതിൽ ക്യാപ്റ്റൻ ക്രോളി സർവൈവ് ചെയ്യും, അയാൾ ജയിക്കും. പക്ഷേ ജോർജ് കൊല്ലപ്പെടും.
അപ്പോൾ ഇതിനിടയിൽ അമീലിയും ബെക്കിയും പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പ്രസവിക്കും. അവർക്ക് രണ്ടുപേർക്കും ആൺമക്കളാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു അമീലിയയുടെ ലൈഫ് ഒരു ട്രാജിക് ലെവലിലായിരുന്നു. കാരണം അവളുടെ അച്ഛൻ കടബാധ്യത കയറിയിട്ട് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അമീലിയ. അതിനിടയിൽ ഈ മകൻ്റെ ബർത്തിന് ശേഷമാണ് അവൾ അറിയുന്നത് അവളുടെ ഹസ്ബൻഡ് വാറിൽ കൊല്ലപ്പെട്ടു എന്നറിയുന്നത്. അപ്പോൾ ഇവളാകെ തകർന്നു പോയിട്ട് അവളുടെ ജീവിതം മൊത്തം അവളുടെ മകന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബെക്കിയുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഹൈ ലെവലിലേക്ക് മാറി. അതായത് ലണ്ടനിൽ ഹൈ സൊസൈറ്റി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു ലേഡി ആയിട്ട് മാറി ബെക്കി. സോ ബെക്കിയും ക്യാപ്റ്റൻ ക്രോളിയും കൂടെ സൊസൈറ്റിയിൽ ഇറങ്ങി നല്ല രീതിയിൽ തന്നെ അവർ ജീവിക്കാൻ തുടങ്ങും. നല്ല രീതി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള നല്ല രീതി. അതായത് ഇവർ ദിവസവും ഒരുപാട് ആൾക്കാരെയൊക്കെ പറ്റിക്കുകയും അതുപോലെ തന്നെ പണമിടപാട് നടത്തി പറ്റിച്ച്, അതുപോലെ ഇവൾ പലരുമായിട്ട് റിലേഷൻഷിപ്പ് തുടരുകയും അവിഹിതമുണ്ടാക്കുകയും അങ്ങനെ അവൾ കാണുന്നവരെയൊക്കെ ഇങ്ങനെ, അതായത് നല്ല ഹൈ ക്ലാസ് ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയും അവളുടെ ലൈഫ് ഫുൾ അവൾ അങ്ങനെ വേസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ആ വേസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവൾ അവരിൽ നിന്നൊക്കെ മാക്സിമം ക്യാഷ് അടിച്ച് മാറ്റാൻ തുടങ്ങും. അവളുടെ കൂടെ തന്നെ അവളുടെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ക്യാപ്റ്റൻ ക്രോളി അതിനോടൊപ്പം തന്നെ വെള്ളമടിച്ചും ഇങ്ങനെ നടക്കണം. പക്ഷേ ഇവരുടെ ലൈഫിൻ്റെ ലെവൽ മാറുന്നുണ്ട്. കാരണം ഇവരുടെ ക്യാഷ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ആരോടൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ആരോടൊക്കെ ഇടപഴകുന്നു അവരിൽ നിന്നെല്ലാം പണമെല്ലാം അടിച്ചു മാറ്റി അവർ നല്ല വൃത്തിയായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവളുടെ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ആ സമയത്ത് പുറത്തറിയുന്നുണ്ട്. അയാളുടെ പേര് മാർക്കിസ് ഓഫ് സ്റ്റെയിൻ എന്നാണ്. അപ്പോൾ അയാളുമായിട്ടുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ് മറ്റുള്ളവരിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഇവളുടെ ഹസ്ബൻഡായിട്ടുള്ള ക്യാപ്റ്റൻ ക്രോളിയെ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. അതായത് മറ്റുള്ളവരെ കബളിപ്പിച്ചു, അതായത് പൈസ തട്ടിപ്പ്, അതിൻ്റെ പേരിൽ അവളുടെ ഹസ്ബൻഡിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം എന്ന് പറയുന്നത് ഇവളുടെ ലൈഫ് തകരാനുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് കൊടുക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാളുകൾ വളരെ വെൽത്തി ആയിട്ട് ജീവിച്ച് നല്ല ഹൈ ക്ലാസ് ലെവലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. കാരണം മറ്റുള്ളവരെ പറ്റിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കി. ആ പൈസയുടെ അഹങ്കാരത്തിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്താണ് ഇവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു ദുരന്തം വരുന്നത്. അങ്ങനെ കുറേ കാലം റോഡൻ ജയിലിൽ കിടക്കും. റോഡൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് റോഡൻ്റെ സഹോദരനായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം നെയിം വരുന്ന സഹോദരനുണ്ട് എന്നുള്ളത്. സോ റോഡൻ്റെ സഹോദരൻ്റെ വൈഫ് ജെയിൻ, അവളാണ് പോയിട്ട് റോഡനെ ജയിലിൽ നിന്ന് പുറത്തെടുക്കുന്നത്. റോഡൻ നാട്ടിൽ വന്നതിന് ശേഷം ബെക്കിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒഴിവാക്കുകയും ബെക്കിയെ ഉപേക്ഷിക്കുകയും അതിനുശേഷം അയാൾ ഒറ്റയ്ക്ക് താമസിക്കാൻ തീരുമാനിക്കുകയും ചെയ്യും. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് യെല്ലോ ഫീവർ വന്ന് ഇയാൾ മരിച്ചു പോവുകയാണ്. സോ എല്ലാവരുടെ ഇടയിൽ ബെക്കി ഇപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ആ നാട്ടിൽ നിൽക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ആ കൺട്രിയിൽ കൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പല സ്ഥലത്തൂടെയൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ നടക്കാൻ തുടങ്ങും. പക്ഷേ എവിടെ പോയാലും ഇവളുടെ മനസ്സിൽ ഈ പഴയ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ഓർത്ത് അവളുടെ ലൈഫ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ എവിടെ പോയാലും അവളൊരു മോശമാണെന്നുള്ളത് സൊസൈറ്റിയിൽ നിന്ന് അവൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവളെ സംബന്ധിച്ച് അവൾക്കത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുകയും അവൾ ഇങ്ങനെ ഓരോ ഡേയും ഇങ്ങനെ അത് ആലോചിച്ച് വളരെ ഡെസ്പായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്ബോണിൻ്റെ ഫ്രണ്ടായിരുന്നു ഡോബിൻ നിർബന്ധിച്ചുകൊണ്ടാണ് ഓസ്ബോൺ അമീലിയെ കല്യാണം കഴിക്കാനൊക്കെ ആയിട്ട് പോയത്. അപ്പോൾ ഓസ്ബോൺ ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, യുദ്ധത്തിൽ മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം അമീലിയ ഒറ്റയ്ക്ക് തൻ്റെ മകനോടൊപ്പം ഭർത്താവ് പോയതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അവളിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ഡോബിൻ ചെന്നിട്ട് അമീലിയനെ പ്രപ്പോസ് ചെയ്യും. അതായത് ഞാൻ നിന്നെ കല്യാണം കഴിക്കാനും കുട്ടിയെ നോക്കാനും ഒക്കെ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്യും. പക്ഷേ അമീലിയയുടെ ഹസ്ബൻഡിനെ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവളത് റിജക്റ്റ് ചെയ്യും. പക്ഷേ ബെക്കി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബെക്കിയും അമീലിയും അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് രണ്ടും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സ്ഥാനത്ത് ബെക്കിയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെക്കി ഉറപ്പായിട്ടും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അമീലിയ അത് റിജക്റ്റ് ചെയ്തു. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമീലിയയുടെ കല്യാണത്തിന് അമീലിയയുടെ ഹസ്ബൻഡായിട്ടുള്ള ഓസ്ബോണിൻ്റെ ഫാദർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ പറയുന്നത് അമീലിയയുടെ ഫാദർ കടബാധ്യത ഉള്ളവനാണ് എന്നുള്ളൊക്കെ ഒരു കാരണം പറഞ്ഞിരുന്നു. ഫൈനലി ഈ അമീലിയയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും, അതായത് മകൻ്റെ കുഞ്ഞിനെ വളർത്താനുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ ഓസ്ബോണിൻ്റെ ഫാദറിന് കുറച്ച് സങ്കടം തോന്നുന്നു. അതിനുശേഷം അയാൾ തീരുമാനിക്കുകയാണ് ഇയാളുടെ സ്വത്തിൻ്റെ കുറച്ച് ഭാഗം അമീലിയയ്ക്ക് ജീവിക്കാനായിട്ട് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവരുടെ സ്വത്തിൻ്റെ കുറച്ച് പോർഷൻ എടുത്തിട്ട് അമീലിയയ്ക്ക് കൊടുക്കും.
മകനെ നന്നായി വളർത്താനും അവൾക്ക് നന്നായി ജീവിക്കാനും വേണ്ടി. അതിനുശേഷം ഈ അമേലിയയും ജോസഫും ജോർജും ഡോബിനും ഒക്കെ കൂടെ ഒരു ജർമ്മനി ട്രിപ്പ് പ്ലാൻ ചെയ്യുകയും ജർമ്മനിയിലേക്ക് ട്രിപ്പ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജർമ്മനിയിലെത്തിയ ശേഷം അവർ കാണുന്നത് വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് തകർന്നിരിക്കുന്ന ബെക്കിയാണ്. അപ്പോൾ ബെക്കിയെ കാണുന്നു, ഇവർ തമ്മിൽ സംസാരിക്കുന്നു, ഇവരുടെ പഴയ സൗഹൃദങ്ങളൊക്കെ അവിടെ പൊടി തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബെക്കിക്ക് തുടക്കത്തിൽ തന്നെ ജോസഫ് സെറ്റ്ലിയോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് അമീലിയയുടെ സഹോദരനായ ജോസഫ് സെറ്റ്ലിയോട് ബെക്കിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. അത് പക്ഷേ ഒസ്ബോൺ അറിഞ്ഞിട്ട് മുടക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും ജോസഫിന് മായിട്ടുള്ളൊരു ഇഷ്ടം അവൾക്ക് വീണ്ടും തോന്നുകയും അവൾ ജോസഫുമായിട്ട് അടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ജോസഫ് അങ്ങനെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്ര സ്ട്രോങ് ആയില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ തുടരും. അപ്പോൾ ജോസഫ് അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ കുറച്ച് ഭാഗം ബെക്കിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കും. പക്ഷേ ജോസഫും മരിക്കുന്നുണ്ട്. അതിനുശേഷം അമേലിയ ബെക്കിയുമായിട്ട് സംസാരിക്കും. അതുപോലെ തന്നെ ബെക്കിയുടെ മകനെക്കുറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ ബെക്കി പറയും, എൻ്റെ മകൻ ഇപ്പം എൻ്റെ കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറയും. അപ്പോൾ അമേലിയയ്ക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ വളരെ കൈൻഡ് ഹാർട്ടഡ് ആണ്. അപ്പോൾ ബെക്കി ഇപ്പോൾ ഒറ്റയ്ക്കാണെന്ന് അറിയുമ്പോൾ അവളുമായിട്ട് കൂടിച്ചേർന്ന് ഒരുമിച്ച് താമസിക്കാനായിട്ട് ഇവരിങ്ങനെ തീരുമാനിക്കും. അപ്പോൾ അവർ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അമേലിയോട് പറയും, ജോർജ് ഓസ്ബോൺ, അതായത് നിൻ്റെ ഹസ്ബൻഡ് പണ്ട് എനിക്കൊരു ലെറ്റർ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു, അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ബെക്കി അതുകൊണ്ട് അമേലിയയ്ക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ അതുവരെ അമേലിയയുടെ ഹസ്ബൻഡിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് അയാൾ വളരെ നല്ല മനുഷ്യനാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലായിരുന്നു ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അയാളെ മറക്കാൻ പറ്റാത്തതും വേറൊരാളെ അക്സെപ്റ്റ് ചെയ്യാത്തതും. പക്ഷേ ഈ ലെറ്ററൊക്കെ കാണുമ്പോൾ ഇയാളുടെ സ്വഭാവം മനസ്സിലാവുകയും അവൾ ഡോബിനെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യും. അങ്ങനെ അമേലിയ കല്യാണം കഴിച്ചു പോകുമ്പോൾ ബെക്കി വീണ്ടും ഒറ്റയ്ക്കാവും. സാമ്പത്തികമായിട്ട് അവളുടെ തളർച്ച അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇവളുടെ മകൻ അറിയുന്നുണ്ട്, ബെക്കിയുടെ മകൻ അറിയുന്നുണ്ട്. അപ്പോൾ ബെക്കിയുടെ മകൻ തീരുമാനിക്കും, തൻ്റെ അമ്മയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ അമ്മയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവർ കഷ്ടപ്പെടരുത്, അതുകൊണ്ട് കുറച്ച് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി കൊടുക്കും ഇവരുടെ മകൻ, ബെക്കിയുടെ മകൻ. അതുമാത്രമല്ല, പക്ഷേ ഇങ്ങനെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ തൻ്റെ അമ്മയാണ് എന്നുള്ള റിലേഷൻഷിപ്പും പറഞ്ഞിട്ട് അവരൊരിക്കലും തൻ്റെ അടുത്തേക്ക് വരരുത് എന്നുള്ള ഒരു നിയമം കൂടെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ പറയും, നമ്മൾ അമ്മ മകൻ എന്നുള്ള ബന്ധമൊന്നുമില്ല, നിങ്ങളെ ഞാൻ സാമ്പത്തികമായി സഹായിക്കാം, പക്ഷെ ഒരു ബന്ധവും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നോവൽ എൻഡ് ചെയ്യുന്നത്.